നിങ്ങളൊരു ഫുട്ബോളറാണോ? റീഹാബിലിറ്റേഷൻ എക്സസൈസിനെ പറ്റി നിങ്ങൾക്ക് എന്തറിയാം? വാ പറഞ്ഞുതരാം. എടാ, നിന്റെ ബാൻഡേജ് ഉണ്ടോ? നിന്റെ ബാൻഡേജ് നടക്കണം. ആ താങ്ക് യു. അല്ല, കഴിഞ്ഞ ആഴ്ചയല്ലേ ചേട്ടൻ ഇഞ്ചുറി പറ്റിയ? ഈ സാമാനമൊക്കെ വലിച്ചേറ്റി എങ്ങോട്ടാ? എടാ, അത് ഇന്ന് രാത്രി ഒരു കളിയുണ്ട്. ഇഞ്ചുറി കഴിഞ്ഞ ആഴ്ചയല്ലേ പറ്റി. ഇതൊക്കെ കെട്ടി കളിച്ചു കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടാണ്. ഈ സാധനമൊക്കെ നിന്നെ ഇപ്പം സപ്പോർട്ട് ചെയ്യും. പക്ഷെ പോകെ പോകെ ഇത് കെട്ടിക്കളിച്ചാലും നിനക്ക് ആ പെയിൻ വീണ്ടും വരും. നിന്നെ സപ്പോർട്ട് ചെയ്യത്തില്ല. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഇഞ്ചുറി പറ്റിയതിനു ശേഷം നീ റീഹാബിലിറ്റേഷൻ എക്സസൈസ് ചെയ്തായിരുന്നു. റീഹാബിലിറ്റേഷൻ എക്സസൈസോ എന്ന് വെച്ചാൽ, എടാ, നിനക്കൊരു ഇഞ്ചുറി പറ്റിയാൽ ആ ഒരു ബോഡി പാർട്ട്, അത് നിന്റെ മസിൽ ആയിക്കോട്ടെ, നിന്റെ ലിഗമെന്റ് ആയിക്കോട്ടെ, നിന്റെ ജോയിന്റ് ആയിക്കോട്ടെ, എന്തോ ഒരു പ്രശ്നം പറ്റിയിട്ടുണ്ട്. ആ ഒരു പ്രശ്നം കറക്റ്റ് ചെയ്ത് ഇഞ്ചുർഡ് ആയിട്ടുള്ള ബോഡി പാർട്ടിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന കുറച്ച് സെറ്റ് ഓഫ് എക്സസൈസിനെയാണ് ഈ റീഹാബിലിറ്റേഷൻ എക്സസൈസ് എന്ന് പറയുന്നത്. നീ ഇതേവരെ കേട്ടിട്ടുണ്ടോ? അല്ല, ഞാനൊരു സംശയം ചോദിക്കട്ടെ, ഈ റീഹാബിലിറ്റേഷൻ എക്സസൈസ് ഒക്കെ ഞാൻ എവിടെ നോക്കി ചെയ്യും? എടാ, ഇത് ചെയ്യാൻ വേണ്ടി ഒന്നെങ്കിൽ നിനക്ക് ഒരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഫിസിയോടെ എടുത്തു. ഇനി നിനക്ക് ഫിസിയോനെ ആരെയും കിട്ടിയില്ല എങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, യൂട്യൂബിൽ സെർച്ച് ചെയ്യും. ഇഷ്ടം പോലെ റീഹാബിലിറ്റേഷൻ എക്സസൈസിന്റെ വീഡിയോ യൂട്യൂബിലുണ്ട്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇഞ്ചുറിക്ക് ശേഷം റീഹാബിലിറ്റേഷൻ എക്സസൈസ് ചെയ്ത് നിന്റെ ഇഞ്ചുർഡ് ആയിട്ടുള്ള ബോഡി പാർട്സിനെ സ്ട്രെങ്തൻ ചെയ്തിട്ട് മാത്രമേ നീ കളിക്കളത്തിലേക്ക് തിരിച്ചു വരാവൂ. ഇല്ലെങ്കിൽ ഈ ഇഞ്ചുറി വീണ്ടും തിരിച്ചു വരാനും നിന്റെ കരിയർ തന്നെ ഇല്ലാതാക്കാനും ഇത് കാരണമാകും. മനസ്സിലായല്ലോ? ഇതൊന്നും ഇന്ന് മനസ്സിലാവില്ല, നാളെ മനസ്സിലാവുള്ളൂ.